ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ. മിക്കയിടങ്ങളിലും കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയാണ് മഴ വർഷിച്ചത്. വാദികൾ കവിഞ്ഞൊഴുകി. മുദൈബിയിലെ സമദൽ ഷാൻ, അൽഹംറയിലെ വാദി ഗുൽ, ബിദിയയിലെ ദാഹർ, ഇബ്രിയിലെ ബിലാദ് അൽ ഷുഹൂം, ഷുവായ് മുദൈബി റോഡ്, വടക്കൻ യാങ്കുലിലെ അൽ അർഷി, നിസ്വയിലെ തിംസ എന്നിവിടങ്ങളിലാണ് മഴ കോരിച്ചൊരിഞ്ഞത്. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ ദോഫാർ അടക്കമുള്ള ഗവർണറേറ്റുകളിലും മഴ കൂടുതലായി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഖരീഫിനോടനുബന്ധിച്ചുള്ള ചാറ്റൽ മഴയാണ് ദോഫാറിൽ അധികവും അനുഭവപ്പെടുന്നത്. ഖരീഫ് അതിന്റെ അവസാനത്തിലേക്ക് കടക്കുന്നതോടെ സലാലയിൽ നല്ല മഴയായിരിക്കും അനുഭവപ്പെടുക. കൊടും ചൂടിന് ആശ്വാസമായി മഴയെത്തിയത് മലയാളികളടക്കമുള്ള പ്രവാസികൾക്കും സ്വദേശികൾക്കും അനുഗ്രഹമായി. അതുവരെയും അസഹനീയമായ ചൂടായിരുന്നു അനുഭവപ്പെട്ടത്. തലസ്ഥാന നഗരമായ മസ്കത്തിൽ താപനിലയിൽ കുറവുണ്ടെങ്കിലും മഴ കനിഞ്ഞിട്ടില്ല. സമീപ പ്രദേശങ്ങളിൽ മഴ വർഷിക്കുമ്പോൾ മസ്കത്തിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഉണ്ടാകാറുള്ളത്. ഇതുവരെയും മഴ കാര്യമായി കനിയാതിരുന്നത് ഒമാനിലെ കർഷകരെയാണ് ഏറെയും പ്രതികൂലമായി ബാധിച്ചത്. എന്നാൽ ചില ഗവർണറേറ്റുകളിൽ അടുത്തിടെ മഴ ധാരാളമായി വർഷിച്ചതും കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസമായി. ഗൾഫ് മാധ്യമം, മസ്കത്ത്.